നല്ല ചൂടത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ മാത്രമല്ല ഈ ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൗണ്ട് പെട്ടെന്ന് കൂടാനൊക്കെ ആയിട്ടും BP ഹൈ ലെവലിലൊക്കെ ഉള്ളവരുടെ BP കുറയാനൊക്കെ ആയിട്ടും അത് മാത്രമല്ലാണ്ട് നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് വരാനായിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചിട്ട് ബീട്രൂട്ട് നിങ്ങൾ ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ കുടിക്കാത്തവരും കുടിക്കും കേട്ടോ. ഇതുപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ തീരെ അറിയത്തില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഇതൊരു ബീട്രൂട്ടിൻ്റെ ഞാൻ പകുതി ഒന്ന് ചെറിയൊരു കഷ്ണത്തിൻ്റെ പകുതി ഇതെടുത്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ക്യാരറ്റ് കേട്ടോ, 2 ക്യാരറ്റും ഇതുപോലെ തന്നെ തൊലി ചീമ്പി ഒന്ന് രണ്ടും കൂടി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് നമുക്കൊരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക്, ഇപ്പോൾ വലിയ മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ അതിലേക്ക് ഇടണ്ട, ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കി കൊടുക്കട്ടെ. അപ്പം ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹാഫ് ഉണ്ടെങ്കിൽ എടുക്കാട്ടെ. ഞാനിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുരു കളയണം കേട്ടോ. കുരു കളഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വീഴും. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ കുരു കളഞ്ഞ് തൊലിയും ചെത്തി കളയണം. എന്നിട്ട് നമുക്കിപ്പം നമ്മൾ അടിച്ചു വെച്ചാലും ഇനിയിപ്പോൾ അതിപ്പോൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ പിന്നീട് അത് കുടിച്ചാലും കയ്പ്പ് വീഴത്തില്ല. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ നല്ല ചൂടത്ത് കഴിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ വൈകുന്നേരം കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചാലും കയ്പ്പ് വരത്തില്ല. അല്ലെങ്കിൽ കുരുവും തൊലിയും ചെത്തിക്കളയുവാണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇഞ്ചിയും കൂടെ ഇട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിക്കുന്നതെങ്കിൽ ജ്യൂസ് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ബീട്രൂട്ട് ഒക്കെ എടുത്ത് ജ്യൂസ് അടിക്കുമ്പം ഒരു മക്ക് ചൊവയല്ലേ, ഇതിങ്ങനെ എടുക്കുവാണെങ്കിൽ ആ ഒരു മക്ക് ചൊവയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഫസ്റ്റിൽ തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഐസ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടോ. ഉച്ച ടൈമിലൊക്കെ ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും, നല്ലൊരു കൂളിങ് കിട്ടും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഫസ്റ്റിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കാൻ നേരത്ത് നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒരുപാട് ഇങ്ങനെ തരിതരിപ്പൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നന്നായിട്ട് അടിഞ്ഞങ്ങ് വരും. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ കുറേ വെള്ളമൊക്കെ ചേർത്ത് അടിക്കുമ്പോൾ എന്ന് പറയുമ്പം എന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ ബീട്രൂട്ടും ക്യാരറ്റും, അത് അടിഞ്ഞ് വരത്തില്ല. അപ്പം ആദ്യം കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്തിട്ട് വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പകർത്തിയാൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരയുടെ കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം പ്രത്യേക രുചിയാണ്. ഞാനിപ്പം പഞ്ചസാര 2-3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്. നിങ്ങൾ പ്രഷറുള്ളവരും അതുപോലെ തന്നെ BP കുറയാനും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉപ്പ് ചേർക്കരുത് കേട്ടോ. അതല്ലാണ്ട് നിങ്ങൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് അടിച്ചു കുടിച്ചോ. ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പും BP കൂടി നിൽക്കുവാണെങ്കിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. ഒരു 3-4 ദിവസം അടുപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് BP കുറയും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ട് ഇത് ഞാൻ കഴിക്കുന്നത് നല്ലതാണ്. ബ്ലഡ് കൗണ്ട് നല്ല പനിയൊക്കെ വന്നിട്ട് ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞു പോകുമ്പോൾ ഇത് കുടിച്ചാൽ മതി, പെട്ടെന്ന് കൗണ്ടും കൂടും. അപ്പോൾ ഒന്ന് അടിച്ച് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാവേ.